ഹലോ യൂട്യൂബ്, വെൽക്കം ചെയ്യുന്ന വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതത്തെ. നമ്മളിൽ ഇന്ന് റോയൽ എൻഫീൽഡ് മീറ്റോ ത്രിഫ്റ്റ് കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്ന് മീറ്റോ ത്രിഫ്റ്റ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മീറ്റോ ത്രിഫ്റ്റിക്ക് ഇപ്പോൾ പുതിയൊരു വേരിയൻറ്റ് കൂടി വന്നിട്ടുണ്ട്. ഇറങ്ങിയിട്ട് കുറച്ചായി, പക്ഷേ ഷോറൂമിൽ എങ്ങുമില്ല. ഞാൻ എല്ലായിടത്തും തിരക്കി, ഭയങ്കര റെയറാണ്, വന്ന അപ്പോൾ തന്നെ വിറ്റ് പോവും. ആ മോഡൽ എന്ന് പറയുന്നത് അറോറ എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, മീറ്റോർ ആക്ച്വലി ഇപ്പോൾ നിലവിൽ 3 വേരിയൻ്റ് ആയിരുന്നു, ഇപ്പോൾ 4 വേരിയൻ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫയർബോൾ ആയിരുന്നു, സെക്കൻഡ് സ്റ്റെല്ലർ, പിന്നെ ഉണ്ടായിരുന്നത് സൂപ്പർനോവ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പ് മോഡലായിരുന്നു. ഇപ്പോൾ അവർ ടോപ്പ് മോഡലിൻ്റെ താഴെ, അതായത് സൂപ്പർനോവയ്ക്കും സ്റ്റെല്ലറിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു വേരിയൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ അറോറ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അപ്പോൾ അതിനെന്താണ് ഇത്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കളർ സ്കീമിൽ മാത്രമല്ല, അത് കുറച്ചും കൂടി ഒരു ക്ലാസിക് വൈബ് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഒരു സ്പോക്ക് വീലാണ്. യെസ്, സ്പോക്ക് വീൽ വന്നു. മീറ്റിയോർ ലൈനപ്പിൽ എല്ലാത്തിനും ബ്ലാക്ക് കേസാണ്, പക്ഷേ അറോറയ്ക്ക് മാത്രം ക്രോം കേസിങ് വരുന്നുണ്ട്. യെസ്, ആ ഓൾഡ്, ആ ഒരു നൊസ്റ്റാലജിക്, ആ ഒരു ക്രോം പോളിഷ്ഡ് എൻജിൻ കേസിങ് അറോറയ്ക്ക് വരുന്നുണ്ട്. പിന്നത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൂറിംഗ് സീറ്റ് കണ്ടോ, അത് അറോറയ്ക്ക് സ്റ്റോക്കാണ് വരുന്നത്. പിന്നെ ഇതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, ഇതിൽ ആക്ച്വലി ബൾബ് ഇൻഡിക്കേറ്റേഴ്സ്, ബൾബ് ഹെഡ്ലൈറ്റ് വരുന്നത്, പക്ഷേ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പക്ഷേ ഫയർബോളും സ്റ്റെല്ലറിനും ഇപ്പോഴും ആ ഒരു ഹാലജൻ ഹെഡ്ലൈറ്റാണ് വരുന്നത്. പിന്നെ വേറെ വിഷ്വൽ വ്യത്യാസമൊന്നുമില്ല. ഐ മീൻ സെയിം ബോഡി, സെയിം ഷേപ്പ്, സെയിം കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അറോറയ്ക്ക് നിങ്ങളിപ്പോൾ തന്നെ ഊഹിച്ചിട്ടുണ്ടാവും, സ്പോക്ക് വീൽ വരുന്നുണ്ട് തന്നെ ആ ട്യൂബ്ഡ് വീൽസാണ് വരുന്നത്, ട്യൂബ്ലെസ് അല്ല. ബാക്കി ഫയർബോൾ, സ്റ്റെല്ലാർ, സൂപ്പർനോവയ്ക്കൊക്കെ അലോയ് വീൽസാണ് വിത്ത് ട്യൂബ്ലെസ് ടൈസും വരുന്നുണ്ട്. നമ്മളിരിക്കുന്നത് സൂപ്പർനോവ എന്ന് പറഞ്ഞ പേരിനാണ് തോന്നുന്നു ഫസ്റ്റ്. ഇത് പഴയ മോഡലാണ്, BS4 മോഡലാണ്, ഫസ്റ്റ് ഇറക്കിയില്ലേ ആ ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു വൈസർ കണ്ടോ, ഈ ഒരു വൈസറും ഈ ഒരു ബാക്ക് റെസ്റ്റും വരുന്നത്. പിന്നെ സീറ്റും ചെറിയ വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്, കട്ടകളും താഴെ. എനിക്ക് ആക്ച്വലി ഫയർബോൾ മേടിച്ചിട്ട് ഇതുപോലെ ഒരു സൂപ്പർനോവയുടെ വൈസറും ടൂറിംഗ് സീറ്റും കയറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫയർബോൾ മേടിച്ചാൽ സൂപ്പർനോവയുടെ എല്ലാ സാധനങ്ങളും കയറ്റാം, അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. മീറ്റർ ആക്ച്വലി നമ്മുടെ തണ്ടർബേർഡിൽ അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ വെറും റീപ്ലേസ്മെൻ്റ് അല്ല, കംപ്ലീറ്റ്ലി റീപ്ലേസ് എന്ന് പറയില്ല, അങ്ങനെ ഇറക്കി. അതായത് എഞ്ചിനടക്കം അവർ മാറി. റോയൽ എൻഫീൽഡ് ഇപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാ ഇതിലും കണ്ടുവരുന്ന ആ ഒരു J സീരീസ് പറഞ്ഞ എഞ്ചിൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മീറ്ററിലായിരുന്നു. ഈ ഒരു പുഷ് റോഡ് എഞ്ചിനായിരുന്നു അവർ ആദ്യം, അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു SOC ഹെഡോട് കൂടിയിട്ടുള്ള ഒരു എഞ്ചിൻ അവർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു മീറ്ററിലായിരുന്നു. അതായത് കുറച്ചും കൂടി റിഫൈൻഡ് ആണ്, കുറച്ചും കൂടി ടോർക്ക് ഒരു ബിറ്റ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും മാസീവ് അല്ല. നിങ്ങൾക്ക് RPM ഒരു എക്സാക്ട് RPM തന്നെയാണ് ഇപ്പോഴും ആ ഒരു ടോർക്ക് കിട്ടുന്നത്. പിന്നെ പവർ ഒരു ബേസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ റിഫൈൻമെൻറ്റിനും റിലയബിലിറ്റിയും കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തിട്ടാണ് ആ ഒരു എഞ്ചിൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം പുഷ് റോഡിന് ഒരുപാട് ടാപ്പ് ആൻഡ് നോയ്സ്, എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ആ ഒരു J സീരീസിൻ്റെ എഞ്ചിൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിലായിരുന്നു. പിന്നീട് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 100-ൽ പോയി, ക്ലാസിക്കിൽ പോയി, ഇപ്പോൾ ഇതാ നമ്മുടെ ബുള്ളറ്റിൽ വന്നപ്പോൾ തോട്ടിൽ ബോയുടെ അവിടെ കവർ ചെയ്തിന് കൊടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഒരു ലോങ്ങറായിട്ടുള്ള എക്സോസ് കാണാൻ പറ്റും, ഒരു ക്രോം ഫിനിഷുള്ള ലോങ്ങറായിട്ടുള്ള എക്സോസാണ്. ഇത് ആക്ച്വലി കുറച്ച് വീൽ ബേസ് കൂടിയ വണ്ടിയാണ്, നിങ്ങൾ കാണാൻ തന്നെ മനസ്സിലാക്കണം. കുറച്ച് വലുതാണ്, എന്താ പറയുക, നമ്മുടെ ഒരു അവഞ്ചറിനയിലൊക്കെ വലുതാണ്, നല്ല ലോങ് ആയിട്ട് തോന്നുന്നുണ്ട്. വീൽ ബേസ് ഞാൻ കറക്റ്റായിട്ടുള്ള താഴെ ഇടാം, അതുകൊണ്ട് ഏറ്റവും കുറച്ച് കൂടുതലാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 191 കിലോ ആണ്. യെസ്, കുറച്ചൊന്ന് ഹെവിയർ സൈഡാണ്. അത് നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളൊരു ടൈറ്റ് യൂട്ടേണൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരു വെയിറ്റ് ഫീൽ കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനൊരു കൗണ്ടറായിട്ട് അവർ കൊണ്ടുവന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ സീറ്റ് ആയിട്ടാണ്. യെസ്, ദിസ് ബൈക്ക് ഓൺലി ഹാസ് അറൗണ്ട് 765 എന്തോ സീറ്റ് ആയിട്ട് വരുന്നുള്ളൂ. അതായത് ഒരു 5.5 ഉള്ളവർക്ക് പോലും ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്തിരിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞൂടാ, റൈഡർ ഇവിടെ ഇരിക്കണമെങ്കിൽ വെയിറ്റ് കൂടിയ ഭാഗങ്ങളൊക്കെ ഈ ഒരു ഫ്രണ്ടിലേക്കാണ്. ഒരു എഞ്ചിൻ, ഒരു വീല്, ആ ഒരു കുറച്ച് റെക്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട്, വെയിറ്റ് കൂടി ഭാഗങ്ങളെ കുറച്ച് ഫ്രണ്ടിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെയിറ്റ് ഫീൽ ചെയ്യില്ലെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യും. പക്ഷേ ഗുഡ് ന്യൂസ് ഇസ് ഇറ്റ് ഹാസ് വെരി ലോ സീറ്റ് ഹൈറ്റ്. അത് വളരെ ഒരു നല്ല കാര്യമാണ്. റൈറ്റ്, ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഫയർബോളിനും സ്റ്റെല്ലറിനും ഇപ്പോഴും ഹാലജൻ ഹെഡ്ലൈറ്റാണ് വരുന്നത്, ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ്. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 41mm ഒരു ടെലസ്കോപ്പിക് ഫോർക്ക് കാണാം. എല്ലാത്തിനും ത്രൂ ഔട്ട് ഓൾ വേരിയൻറ്റിൽ നമുക്ക് ടെലസ്കോപ്പിക് ഫോർക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞു അറോറ എന്ന മോഡൽ, അതായത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് അറോറ എന്ന മോഡൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അലോയ് വീൽസ് വരുന്നുണ്ട്. അതായത് ഫ്രണ്ടിൽ ഒരു 100 സെക്ഷൻ ടയറും ബാക്കിലൊരു 140 സെക്ഷൻ ടയറാണ് വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, ഫ്രണ്ടിൽ 19 ഇഞ്ച് അലോയ്സും ബാക്കിൽ 17 ഇഞ്ച് അലോയ്സാണ് വരുന്നത്. കുറച്ച് ഡള്ളാണ്, ഞാൻ ഓടിക്കുമ്പോൾ അതിനകത്തേക്ക് വരാം. ഫ്രണ്ടിൽ ഒരു 300mm ഡിസ്ക് കാണാം, ബാക്കിലൊരു 270mm വളരെ മാസീവായിട്ടുള്ള ഡിസ്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു ഇതിനൊരു ഡയമണ്ട് കട്ട് ഫിനിഷിങ് കാണാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോമിനാറിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡയമണ്ട് കട്ട് ഫിനിഷുള്ള ഒരു അലോയ്സ് ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് ഞാൻ പറഞ്ഞു ആ ഒരു എഞ്ചിൻ ഇരിക്കണം കാണാം, ആ ഒരു J സീരീസ് എഞ്ചിൻ. പിന്നെ ലോങ്ങറായിട്ടുള്ള എക്സോസ് കാണാം, ആ ഒരു ഷാസി കാണാം. പിന്നെ ഷാസിയുടെ അടിയിൽ സപ്പോർട്ട് കാണാൻ പറ്റും. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് ആണ്. ഇത് കണ്ട മെറ്റലാന്ന് തോന്നും, പക്ഷേ ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് ആണ്. ഇത് മാത്രമാണ് ഈ വണ്ടിയിൽ മെറ്റലായിട്ടുള്ളത്. ഇത് മെറ്റലാണ്, ദിസ് ഫെൻഡർ ഇസ് മെറ്റൽ, സോ ഡസ് ദിസ് ഫെൻഡർ. ഈ ഒരു 3 പീസ് മാത്രമേ എന്താ പറയുക ഒരു മെറ്റൽ ക്വാളിറ്റി ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുള്ളൂ. ബാക്കി ഇതാണെങ്കിലും ഒക്കെ ഒരു
പ്ലാസ്റ്റിക് വൈബ് തരുന്നുണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾ റൈഡിംഗ് ബസ് ശ്രദ്ധിച്ചെന്നറിയില്ല, ഇതിൻ്റെ ഫുഡ് പാക്സ് ഇരിക്കുന്നത് വളരെ മുന്നിലേക്കാണ്. കണ്ടോ, ആ ഒരു എക്സോസിൻ്റെ അവിടെ അല്ലെങ്കിൽ ഇത്രയും ഫ്രണ്ടിലേക്കാണ് ആ ഒരു ഫുഡ് പാക്സ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ക്രൂസർ റൈഡിംഗ് ബസ്സും കിട്ടും. പിന്നെ ഒരു ഹാൻഡിലും കണ്ടോ, ഞാൻ പറഞ്ഞു സീറ്റ് ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഫ്രണ്ടിലേക്ക് ഉണ്ട് വണ്ടി. കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ റൈഡർ ഇവിടെ ആണെങ്കിൽ വണ്ടി ഒരുപാട് മുമ്പിലേക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ കുറച്ചും കൂടി ബാക്കിലേക്ക് റൈഡറിന് വേണ്ടി ഇത് ചെയ്ത് വെച്ചേക്കാണ്. വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. റൈഡിംഗ് ബസ്സിനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ലോങ് ഡിസ്റ്റൻസ് ചെയ്യുകയാണെങ്കിലൊക്കെ അടിപൊളിയാണ്. നല്ല ലോങ് ടോർക്ക് ഉണ്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു ചെറിയ വഴി കൂടെ സെക്കൻഡ് ഗിയറിൽ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ റോയൽ ഫീൽഡിലും ഈ ഒരു സർക്കുലർ ഒരു ടൈലൈറ്റാണ് വരുന്നത്. പിന്നെ LED ബൾബ് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഈ ഒരു ക്രാഷ് ഗാർഡ് ഉണ്ടോ, ഇത് ആക്സസറി ആണ്. ഈ ഒരു വൈസർ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. സൂപ്പർനോവയ്ക്ക് മാത്രം ടോപ്പ് മോഡൽ ഇറക്കുകയാണെങ്കിൽ ഇതൊക്കെ സ്റ്റോക്കായിരിക്കും. പിന്നെ അതിന് ടൂറിംഗ് സീറ്റും വരുന്നുണ്ട്. ഓൾറൈറ്റ്. പിന്നെ ഗിയർ ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കേട്ടോ. വലിയ ഫാൻസി ഗിയർ ബോക്സ് ഒന്നും അല്ല. നമുക്ക് സ്ലിപ്പർ ക്ലച്ചോ അങ്ങനെ കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലേഡീസിൻ്റെ ഒരു സൈഡ് ഇരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലേഡി അല്ല, എന്നാലും കാണിച്ചു തരാം. കംഫർട്ടബിൾ അല്ല, പക്ഷേ കുറച്ച് ഞാൻ പറയുകയാണെങ്കിൽ കാലം അപ്രോപ്രിയേറ്റ് ഇരിക്കാനും പറയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു വളരെ സീറ്റായിട്ട് പറഞ്ഞ വണ്ടി, വളരെ മാസീവായിട്ടുള്ള ഒരു 50 ലിറ്റർ ടാങ്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മൈലേജൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 30-35 എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഒരുപാടൊന്നും അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഒരു 30-35 നന്നായിട്ട് ക്രൂസ് ചെയ്യുകയാണെങ്കിൽ 40 അടുത്ത് കിട്ടിയെന്ന് പറയുന്നുണ്ട്. എത്രത്തോളം ട്രൂ ആണെന്ന് അറിഞ്ഞൂടാ. ഓൾറൈറ്റ്. പിന്നെ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യമായിട്ട് ആ ഒരു സ്വിച്ച് ഗിയേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു റോട്ടറി സ്വിച്ചേഴ്സ് ഉണ്ടോ, ഇതിലാണ് അവർ ആദ്യമായിട്ട് അവർ സ്വിച്ച് ഗിയേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടോഗിൾ ബട്ടൺ ഉണ്ട്, ടോഗിൾ ചെയ്യാനുള്ള ഐ ബട്ടൺ ഉണ്ട്. നമുക്കിവിടെ ഹെഡ് ലൈറ്റ് സ്വിച്ച് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്, എൻജിൻ ഗിൽ സ്വിച്ച്, പിന്നെ സ്റ്റാർട്ടർ സ്വിച്ച് ഇൻറ്റഗ്രേറ്റഡ് ആണ്, കോഷൻ ലാമ്പും വരുന്നുണ്ട്. വേറെ ഇതിന് അഡീഷണലായിട്ട് കയറിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പറാണ്. അതായത് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് ഇതിൽ പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ ട്രിപ്പറല്ലേ, അത് ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രിപ്പറിൽ കാണിക്കും. ഇത് ആക്ച്വലി സ്റ്റോക്കല്ല, എല്ലാ റോയൽ എൻഫീൽഡിൽ നിന്നും ഇതെടുത്ത് കാണുന്നുണ്ട്. അതായത് എനിക്ക് ഇപ്പോൾ ആക്ച്വലി ഇത് ആഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ 5,000 കൊടുക്കേണ്ടി വരും. പിന്നെ കൺസോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാൻ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞ ഒരു ട്രിപ്പർ ഇവിടെ കാണാം. നമുക്കിവിടെ ആണെങ്കിൽ ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, വണ്ടിക്ക് RPM മീറ്റർ ഇല്ല. നമുക്കിവിടെ ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, എക്കോ, അതായത് നമ്മളൊരു 40-45-60 ഓടിക്കുകയാണെങ്കിൽ ആ എക്കോ കത്തിരിക്കും. വേറെ ഒന്നുമില്ല, എക്കോ മോഡൊന്നുമല്ല. പിന്നെ ചെറിയൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടൈം, ടോട്ടൽ ഓടോ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ടോഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പ് ബി, ദാറ്റ്സ് ഇറ്റ്. വേറെ ഫാൻസി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്കിവിടെ ന്യൂട്രൽ, വണ്ടിയുടെ വാർണിംഗ് സിമ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. എനിക്ക് ആക്ച്വലി കംപ്ലൈൻറ്റ് എന്ന് പറയാനുള്ളത് ഭയങ്കര പാടാണ് റീഡ് ചെയ്യാനായിട്ട്. ഈ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലാവും. ഞാനൊരു റൈഡർ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ കണ്ടോ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓൾറൈറ്റ് ഗൈസ്, നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടിട്ട് അത്ര ഉഷാറല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആക്ച്വലി കുറച്ച് പനി പിടിച്ചൊക്കെ ഇരിപ്പായിരുന്നു, തൊണ്ടടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് അധികം ഓ മാൻ എന്നുള്ള വിളി വരാത്തത്. വെയിറ്റ് ചെയ്യ്, നമ്മൾ വണ്ടി ഓടിച്ചിട്ടില്ല, തുടങ്ങുമ്പോഴത്തേക്കും വരും. ഓക്കെ, ഇതിൽ ആകെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാനുള്ളത് ഒന്ന് ഇതിൻ്റെ ഒരു സസ്പെൻഷനാണ്, ഭയങ്കര ഒരു ഫോമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് ഈ ഒരു ഹെവി ക്ലച്ചാണ്. എൻ്റെ മോനെ ശരിക്കും ഭയങ്കരമായിട്ട് പുള്ളി ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ഭയങ്കര ഹെവിയാണ്. ക്ലച്ച് ഇരിക്കുന്നത് ഏകദേശം ഈ ഒരു തുമ്പത്തായിട്ടാണ്. അതുകൊണ്ട് പുള്ളി ചെയ്തേ പറ്റൂ, ലൈറ്റ് ക്ലച്ച് അല്ല. മിറേഴ്സ് ആർ വെരി ഗുഡ്, ബട്ട് ഡസ് വൈബ്രേറ്റ്സ്. ഹയർ RPM കഴിയുമ്പോഴത്തേക്കും വണ്ടി ഒരുപാട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് പാനൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ കടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി ഒരു പഴയ വണ്ടിയാണ്, അതുകൊണ്ടാണ് അത്ര വൈബ്രേഷൻ വരാൻ കാരണം. പുതിയ വണ്ടിക്ക് ഇത്ര വൈബ്രേഷൻ കാലൊന്നും ഉണ്ടാവില്ല. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ആ മാൻ, സ്വീറ്റ്. വാഹു മാൻ, ഇറ്റ് ഡസ് സൗണ്ട്സ് അമേസിങ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, യു ക്യാൻ ആക്ച്വലി ക്രൂസ് അറ്റ് സെക്കൻഡ് ഗിയർ. വളരെ ഈസി ആയിട്ട് തന്നെ സെക്കൻഡ് ഗിയറിൽ നന്നായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, സെക്കൻഡ് ഗിയർ സിനഫ്. ഇങ്ങനത്തെ ഒരു റോഡിലൊക്കെയാണ് ഞാൻ പോകുന്ന ഒരു 30 താഴെ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ഗിയർ തന്നെ ധാരാളം എടുത്തുകൊണ്ട് പോകാനും പറ്റും. കണ്ടോ, സീ ദ ടോർക്ക്. എന്നാൽ ഭയങ്കരമായിട്ട് സ്ലോ ആയാലും ഗിയർ ഞാൻ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ഈസിലി. ഐ തിങ്ക് ഈ ഒരു എഞ്ചിൻ്റെ, ഒരു J സീരീസ് എഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുവേ റോയൽ എൻഫീൽഡ് 350 എഞ്ചിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടോർക്ക് തന്നെയാണ്. ഞാൻ ആ ഒരു CB 350യുടെ വീഡിയോയിൽ അബദ്ധത്തിൽ പറഞ്ഞു പോയി CB 350ക്കാണ് ടോർക്ക് എന്ന് പറഞ്ഞു. ഇപ്പോൾ ആക്ച്വലി ഇതേ ഫയർ ബോൾ ഇരിക്കുന്നു. ആക്ച്വലി ഇതിനാണ്
ടോർക്കും കാര്യം കൂടുതൽ. കാരണം നമ്മൾ ഓടിച്ച ക്ലാസിക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിന് എന്താ പറയുക പെട്ടെന്ന് ഓഫായി പോവുക, അങ്ങനെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ആ വണ്ടിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് വന്ന കാര്യങ്ങളാണ് പറയാറ്, പൊതുവെയുള്ള കാര്യം ഞാൻ പറയാറില്ല. സോറി ഫോർ ദാറ്റ്. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഒരു കമൻറ്റ് ഇട്ടു, ഇതിനാണ് ടോർക്ക് കൂടുതലെന്ന് പറഞ്ഞിട്ട്. ഐ മീൻ ഈ 350cc റോയൽ എൻഫീൽഡാണ് ടോർക്ക് കൂടുതലെന്ന്. യെസ്, കറക്റ്റാണ്. ഐ അഗ്രി വിത്ത് യു ഗൈസ്. നോക്കി, ഞാൻ ഇപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല, വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എടുത്ത് പറയണം, എക്സോസിനോട് അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. ആ ജെ സീരീസിൻ്റെ ടിപ്പിക്കൽ സൗണ്ട് തന്നെയാണ്, പഴയ ഒരു തമ്മിനെസ് ഇല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഭയങ്കര സിംഗിളൈസ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്, നോക്കി എൻ്റെ കാല് മുന്നിലേക്കാണ്. അന്ന് ഒരുപാട് മുന്നിലേക്കല്ല, ഒരുപാട് മീൻസ് സ്റ്റിൽ മുന്നിലേക്കാണ്. നമ്മുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന അവസ്ഥയില്ല, നമ്മുടെ സൂപ്പർ മീറ്റോയിലിരിക്കുന്ന പോലത്തെ അവസ്ഥയില്ല, എന്നാലും സ്റ്റിൽ ഫ്രണ്ടിലാണ്. പിന്നെ ഹാൻഡിൽ കണ്ടോ, കുറച്ച് എന്നെ ഫേസ് ചെയ്ത് ഹാൻഡിലിരിക്കും. ഞാൻ ഇതിൽ തൂങ്ങിയിരിക്കുന്ന അവസ്ഥ ഇതുകൊണ്ട്, ഇങ്ങനെ വലിഞ്ഞ് തൂങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. വളരെ കംഫർട്ടബിൾ ആണ്. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷൻ തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ എന്താ പറയുക, സസ്പെൻഷൻ ഞാൻ പറഞ്ഞു, സസ്പെൻഷൻ എനിക്ക് ബാക്ക് അത്യാവശ്യം ഫേമായിട്ടാണ് തോന്നിയത്. പക്ഷേ സീറ്റ് വളരെ വൈഡ് ആയതുകൊണ്ട് അത്യാവശ്യം ഞാൻ അബ്സോർവ് ചെയ്യുന്നുണ്ട്, വലിയ പരാതിയൊന്നുമില്ല. സീറ്റ് നല്ല വൈഡാണ് കേട്ടോ, റൈഡറിന് നല്ല കംഫർട്ടബിൾ ആണ്. സീറ്റ് നിങ്ങൾ കണ്ടു കാണും, വളരെ വൈഡായിട്ടുള്ള സീറ്റാണ്. ഒരുപാട് ബാക്കിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഐ എം സ്റ്റക്ക്. എനിക്ക് ഒരുപാട് ലിവറേജും കാര്യങ്ങളൊന്നും ഇല്ല സീറ്റിൽ, നിങ്ങളുടെ സൗണ്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കാണും. യെസ്, ഒരു സസ്പെൻഷൻ്റെ ഒരു ഇതാണ്. പിന്നെ എന്നാ പറയാം, എഞ്ചിൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ ഞാൻ പറഞ്ഞു, എഞ്ചിൻ ഇസ് വെരി ഗുഡ്, നല്ല റിഫൈൻഡ് ആണ്, നല്ല സ്മൂത്താണ്. ഈവൻ ദോ ഇത്ര പഴക്കമുള്ള വണ്ടിയായിട്ട് പോലും എഞ്ചിൻ ഫീൽസ് വെരി ഗുഡ്, വെരി റിഫൈൻഡ്, വെരി സ്മൂത്ത്. ബട്ട് സെയിം ക്യാൻ ബി സെറ്റ് ഫോർ ദി എന്താ പറയുക, ഒരു ഗിയർ ബോക്സിന് സെയിം തന്നെ പറയാൻ പറ്റില്ല, ബിക്കോസ് ഗിയർ ബോക്സ് നല്ല ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രിഡസസർ പോകുന്നു, നമ്മുടെ തണ്ടർബേർഡ്, നമ്മുടെ ഫ്രണ്ടിൽ തണ്ടർബേർഡ് പോകുന്നുണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രിഡസസർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് വേർഷനാണ് നമ്മുടെ. ഞാൻ തേർഡ് ഗിയറിലാണ് കിടക്കുന്നത്. ഗിയർ ഷിഫ്റ്റ് ഒരുപാട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, വിച്ച് ഈസ് ഗുഡ്. കാരണം ഞാൻ പറഞ്ഞു, ഗിയർ ബോക്സ് ക്ലച്ച് എന്ന് പറയുന്നത് വളരെ ഹാർഡാണ്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഹെവി ടൈറ്റ് ട്രാഫിക്കിൽ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഹെവിനെസ് നിങ്ങൾ. പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞു 4 വേരിയൻ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. 6 കയറുമ്പോഴത്തേക്കും 4 വേരിയൻ്റ് ആയി. നമുക്ക് ഫയർ ബോൾ, അതായത് ബേസിന് വരുന്നത് 2,41,000 രൂപയാണ് നമുക്ക് ബേസിന് പ്രൈസ് വരുന്നത്. പിന്നെ സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡലുണ്ട്, അതിനാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള മെറ്റാലിക് ഫിനിഷ് പെയിൻറ്റ് വരുന്നുണ്ട്. പിന്നെ എന്നാ പറയുക, ഒരു ബാക്ക് റെസ്റ്റും വരുന്നുണ്ട്. അതിന് നമുക്ക് 2.72 lakhs ആണ് ഓൺ റോഡ് വരുന്നത്. പുലി ഇൻട്രൊഡ്യൂസ് ചെയ്ത അറോറ എന്ന് പറഞ്ഞ സ്പോക്ക് വീല്, ക്രോം കേസ്, ആ ഒരു LED ഹെഡ്ലൈറ്റും കൂടി വരുന്ന ആ ഒരു അറോറ എന്ന് പറഞ്ഞ മോഡലാണ്. അതിനാകുമ്പോഴത്തേക്ക് ആക്ച്വലി നമുക്ക് 2.77 വരുന്നുണ്ട്. അതായത് സ്റ്റെല്ലാറിനേലും ഏകദേശം 5,000 രൂപയോളം കൂടുതൽ വരുന്നുണ്ട്. ഐ തിങ്ക് അതൊരു ബാർഗൻ തന്നെയാണ്. നിങ്ങൾ ട്യൂബ്ലെസ് ടയർ ഫാൻസി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ആ ഒരു അറോറ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഫോട്ടോ ഞാനിട്ട് കാണിച്ചു തരാം, വളരെ ഭംഗിയായിട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആണ് വണ്ടി കാണാനായിട്ട്. ഭയങ്കര ഒരു ആ ഒരു പഴയ ലുക്കില്ലേ, ആ ഒരു ക്ലാസിക് ലുക്ക് ശരിക്കും തുളുമ്പി നിൽക്കുന്നൊക്കെ പറയില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ടോപ്പ് മോഡൽ സൂപ്പർനോവ, വിച്ച് കോസ്റ്റ് അറൗണ്ട് 2.9 lakh. 2.9 lakh എൻ്റെ ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ യെസ്, ഇസ് ക്വൈറ്റ് എക്സ്പെൻസീവ്, വളരെ പ്രൈസി ആണ്. എസ്പെഷ്യലി യു ക്യാൻ ഗെറ്റ് ദ സെയിം ബൈക്ക് ഫോർ 2.4 lakh. 50,000 കൂടുതൽ കൊടുത്തെടുക്കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ നോ. വിൻ പ്രൊട്ടക്ഷൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഗുഡ്. എൻ്റെ തലയിട്ടൊന്നും അടിക്കുന്നില്ല, പക്ഷേ എൻ്റെ നെഞ്ചത്തേക്ക് അടിക്കുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് ഒന്നിങ്ങനെ കറങ്ങി വന്നിട്ടാന്ന് തോന്നുന്നു. ഓ ഷിറ്റ്. ക്വിക്ക് ഓവർടേക്ക് ആണെങ്കിലും 4th ഗിയർ ഒലിപ്പിച്ച കയറിക്കോളും. പിന്നെ ഈ ഒരു പൊതുവൊരു എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ കാം ആൻഡ് റിലാക്സ് ആയിട്ടുള്ള എഞ്ചിനാണ്. നിങ്ങളിതൊരു 350cc ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി ഇതും കൊണ്ട് R15 ഒരു പെർഫോമൻസ്, R15 കമ്പയർ ചെയ്യുന്നില്ല, R15 എഞ്ചിൻ പെർഫോമൻസ് ആയിട്ടോ അങ്ങനെയുള്ള ലെവലിലേക്കൊന്നും കമ്പയർ ചെയ്തിരിക്കുക. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് ഏകദേശം ഞാൻ പറഞ്ഞു ഒരു 150-180cc ഒരു പവറും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉള്ളൂ. പക്ഷേ ടോർക്ക് നന്നായിട്ടുണ്ട്, ടോർക്ക് ഫീൽ ചെയ്യും. ഇത് ടോർക്കി മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾ ഇപ്പോഴും, ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പോഴും 2024 എങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. 350cc ഉണ്ടല്ലോ, ഞാൻ 390 അടുത്തെത്തിയല്ലോ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതും പഴയ ആൾക്കാരാണ്. അപ്പോൾ അതല്ല കേസ്. ഇത് ഈവൻ 350cc ആണെങ്കിൽ കൂടെ ഇതിൻ്റെ ഒരു പവർ എന്നൊക്കെ പറയുന്നത് അറൗണ്ട് 180cc ആണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയട്ടെ, ഈ ഹീൽ ഏതാണ്, ടോയ് ഏതാണോ ഫ്രണ്ടിലേക്കുള്ളത് ടോയ് അല്ലേ, ബാക്കിലേക്കുള്ളത് ഓക്കെ. ഹീല് കൂടിയ ഷൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബാക്ക് ഇതിൽ ഭയങ്കരമായിട്ട് തട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അത് എനിക്ക് മാത്രമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് വഴിയും ബാക്ക് വഴിയും നമുക്ക് ഗിയർ മാറ്റാൻ പറ്റും. അതായത് താഴത്തേക്ക് മാറ്റാം, ബാക്കിൽ എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പം ഗിയർ
അങ്ങനെ ഇങ്ങനെ മാറ്റാൻ പറ്റും. പക്ഷേ ഞാൻ ഓൾറെഡി RS കൊണ്ടുള്ള അങ്ങനത്തെ വണ്ടികൾ ഓടിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ ആദ്യം പറയുന്നതാണ് കുറച്ചും കൂടി ശീലം. കൺവെൻഷണൽ വേ അല്ല, കാലുള്ളിലോട്ട് എടുക്കുന്നതാണ് എനിക്ക് ശീലം. പക്ഷേ അങ്ങനെ ഓടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഹീല് കൂടുതലുള്ള ഷൂ ഇടുവാണെങ്കിൽ ആ ബാക്കിയത്തെ ലിവർ വന്ന് കാലിൽ തട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തട്ടുന്നുണ്ട്, ഭയങ്കര അനോയിങ് ആണ്. ഇങ്ങനെയുള്ളവർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൂറിങ്ങിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക ക്യാരക്ടറുള്ളൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞതും ഡോമിനാർ, നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. മാൻ എന്ത് സുഖം അത് ഓടിക്കാനായിട്ട്. ഒന്ന് വലിപ്പിച്ച് കാണിച്ചാട്ടെ. ഐ മീൻ ഇച്ചിരി ഒരു എന്താ പറയുക, A45 ദാറ്റ് ഇസ് ബ്രില്യൻ സ്റ്റഫ്. A45 AMG, A35 ആണെങ്കിൽ ഏതോ പഴയ ബുള്ളറ്റ്. ലിസൺ ടു ദ സൗണ്ട്. നിങ്ങൾ സിറ്റിക്കകത്ത് ഐ മീൻ ടൈറ്റ് സിറ്റിക്കകത്തും അത്യാവശ്യം റൂറൽ ഏരിയയിൽ ഓടിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഗിയർ മതി, ഹൈവേയിൽ ഓടിക്കുകയാണെങ്കിൽ ഫോർത്ത് ഗിയർ മതി. അപ്പോൾ ഗായ്സ് അത്രയൊക്കെ തന്നെയുള്ളൊരു വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ആ ഒരു അറോറ എന്ന് പറഞ്ഞ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ വൈറ്റിലുള്ള കൈസ മോട്ടോഴ്സിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, cheers. മാൻ, മോന്ദ്ര ഇലക്ട്രിക്ക ശരിക്കും ഒരു ഫെറാറിയുടെ ഒക്കെ പോലത്തെ ടൈലൈറ്റ് വലിയില്ലേ, നോക്കി ഇറ്റാലിയൻ ആണ്. ഇനി ഇത് എനിക്ക് ടൈലൈറ്റൊക്കെ കറക്റ്റ് ഫെറാറി.